പാലക്കാട് കല്ലടിക്കോട് മീൻവല്ലം റോഡിൽ വീണ്ടും ഒറ്റയാനിറങ്ങി. ഇന്നലെ രാത്രിയോടെയാണ് ജനവാസ മേഖലയിൽ ആന എത്തിയത്. പുലർച്ചെയോടെ നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് ആനയെ കാട് കയറ്റി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആനയെ കാട് കയറ്റി, അതുകൊണ്ടൊരു ആശ്വാസത്തിലാണോ ഇപ്പോൾ നാട്ടുകാർ? അനുജ, അങ്ങനെ ആശ്വസിക്കാമെന്ന് പറയാറായിട്ടില്ല. കാരണം ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകളുടെ ശല്യമുണ്ട്. മീൻവല്ലം റോഡ് ഒക്കെ പ്രധാനപ്പെട്ട ജനവാസ മേഖലയാണ്. തൊട്ടപ്പുറത്ത് വനമേഖലയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വനപാലകരൊക്കെ സ്ഥിരമായ രീതിയിൽ ആനകളെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വനത്തിനകത്ത് വെള്ളമോ അതുപോലെ തന്നെ ഭക്ഷണമോ കിട്ടാത്ത സാഹചര്യമുണ്ട്. വരണ്ടുണങ്ങിയിരിക്കുകയാണ്. അതാണ് നേരത്തെ മുണ്ടൂരിൽ ഒരാളെ അടക്കം കാട്ടാന ഒരാളെ ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് അടക്കം എത്തുന്ന ഒരു കാര്യമുണ്ടായത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ ആന വന്ന കൃഷിയിടങ്ങളിലൂടെ നടന്ന് പോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലുള്ളത്. എന്തായാലും ഇത് മാത്രമല്ല, സാധാരണ സ്ഥിരമായ രീതിയിൽ ഇത്തരത്തിൽ കർഷകരുടെ കൃഷിയുടെ വിഭവങ്ങൾ എല്ലാം തന്നെ നശിപ്പിക്കുന്നു, വിളകളെല്ലാം തന്നെ നശിപ്പിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. എന്നാൽ താൽക്കാലികമായി ഈ ഒറ്റയാനെ കാട് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഒറ്റയാൻ ഇപ്പോഴും വനാതിർത്തിയിൽ, ജനവാസ മേഖലയോട് ചേർന്ന വനാതിർത്തിയിൽ തുടരുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. സ്ഥിരം പടക്കം പൊട്ടിച്ചും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ശബ്ദമുണ്ടാക്കിയും ഒക്കെ കാട് കയറ്റൽ ദുസ്സഹമാണ്. ഒരു ശാശ്വതമായ പരിഹാരം വേണം ഈ വന്യമൃഗശല്യത്തിന് അല്ലെങ്കിൽ ഈ കാട്ടാന ശല്യത്തിന് എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അനുജ, ശരി.